ബൈജുവേട്ടാ ബൈജുട്ടാ, ഹായ് ഹായ്. ഹായ് ബൈജുട്ടാ. അപ്പൊ നമ്മള് ഹായ്. ജ്വാലയിലൂടെ ആ, പിന്നെ സുബോധ ജീവിതത്തിലെ അപായ സൂചനകൾ ഓരോന്നോരോന്നായിട്ട് എടുത്തു വെച്ച് ഇങ്ങനെ വിസ്തരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനും വിശ്വസിക്കുന്നത് ആർക്കെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇതുകൊണ്ട് മെച്ചങ്ങൾ ഉണ്ടാവുന്നത് തന്നെയാണ്. അല്ലാതെ നമ്മള് ഈ വ്യായാമം ഒരു വ്യർത്ഥം ആവുന്നില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷം. ചെയ്തതിന് കാര്യങ്ങൾ ഉണ്ടല്ലോ ആർക്കെങ്കിലും, അതാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. പിന്നെ മാത്രമല്ല, സ്വയം കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു അവസരം കൂടി കിട്ടുക. ഇല്ലേ നമ്മൾ ഇതിനകത്തൊക്കെ ഒന്നും ഇറങ്ങത്തില്ലല്ലോ. ഈ വിഷയാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പറയേണ്ടി വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പ്രിപ്പറേഷൻ വേണ്ടി വരും. അപ്പൊ അതിന് സമയത്ത് സ്വയം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ഏലൂടെയുള്ള സഞ്ചാരത്തിന്റെ ഇടയിൽ മനസ്സിലാക്കി എടുക്കുന്ന പല പല കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോഗിക്കുമ്പം അവിടെ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഗുണപരമായ നേട്ടങ്ങൾ അത് കാണുമ്പോൾ അതാണ് റിവാർഡ്സ് എന്ന് പറയുന്നത്. ആ റിവാർഡ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ചില്ലറ കാര്യമല്ല എന്ന് മനസ്സിലാകുന്നു. നമുക്ക് ആദ്യം മനസ്സിലായത് നമ്മൾ നേരിടുന്ന മദ്യാസക്തി എന്ന വിപത്ത്, ആ രോഗം ചില്ലറക്കാരനല്ല. അതുപോലെ തന്നെ നമ്മൾ ആ രോഗത്തെ നേരിടാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമായിട്ടുള്ള ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളും പാരമ്പര്യങ്ങളും ഒട്ടും തന്നെ ചില്ലറക്കാരനല്ല. അതിൽ ഒരുപാട് വായിക്കുന്തോറും നമ്മളിപ്പം ആ ബിഗ് ബുക്ക് ഒരാവർത്തി രണ്ടാവർത്തി മൂന്നാവർത്തിയൊക്കെ വായിക്കുന്ന സമയത്ത് എന്തോരം അടരുകളാണ്, ലെയേഴ്സാണ്. അങ്ങനെയാണ് എനിക്കങ്ങനെ അനുഭവപ്പെട്ടത്. കാരണം ആദ്യം വായിക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ ആശുപത്രി കിടക്കുന്ന സമയത്ത് ആണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ പുസ്തകമൊക്കെ കിട്ടിയിട്ടൊക്കെ വായിച്ച സമയത്ത് അതിനോടൊന്നും വലിയ താല്പര്യവും ഇല്ലാതെ എടുത്തു വെച്ച് വായിച്ചതാണ്. അവര് പറഞ്ഞു വായിക്കാൻ പറഞ്ഞു, അപ്പൊ അന്ന് വായിച്ചു എന്നല്ലാതെ ഒരു താല്പര്യം ഇല്ലാതെ വായിച്ചു പോയത്. അതും അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇതിൽ എവിടെ എടുത്ത് മറിച്ചു നോക്കിയിട്ട് ഏതൊരു വരി എടുത്ത് വായിച്ചു കഴിഞ്ഞാലും അതിലൊക്കെ എന്തെങ്കിലും എൻ്റെ റിക്കവറിക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ ഉണ്ടെന്ന്. അതാണ് ആ ബിഗ് ബുക്കിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. എങ്ങനെ ഒരു മനുഷ്യന് ഇങ്ങനെ എഴുതിയുണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു മദ്യാസക്തന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഇത്രയും കൃത്യമായിട്ട് മദ്യാസക്തനെ മനസ്സിലാക്കാനും എവിടെയും ഒരു തെറ്റുമില്ലാതെ എല്ലാം ഗുണത്തിന് വേണ്ടി മാത്രം ആയിട്ട് എഴുതി വെച്ചിട്ടുള്ള പുസ്തകം. 1939 എഴുതിയ സാധനം 2025 നമ്മളത് നെഞ്ചോട് ചേർത്ത് വെച്ച് നടക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് അതിൽ മാറ്റങ്ങളുടെ ഒന്നും ആവശ്യം വരുന്നില്ല. ഞാൻ നമ്മളെ വിഷയത്തിലേക്ക് പയ്യെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വിമർശനമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് മനുഷ്യരല്ലേ, നമുക്ക് എന്തും പറയാലോ. അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ഈ ബിഗ് ബുക്കിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അപ്ഡേഷൻ ഇല്ല എന്നുള്ളത് അങ്ങനെയുണ്ടല്ലോ. ഏതൊരു കാര്യമാണെങ്കിലും അത് കാലത്തിനനുസരിച്ച് സഞ്ചരിക്കണമെങ്കിൽ അതാത് കാലങ്ങളിൽ അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കണം എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ ഉണ്ട് ആൾക്കാർക്ക്. പക്ഷെ ഇതിനെ സംബന്ധിച്ച് ബിഗ് ബുക്കിനെ പറ്റി സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ 12 സ്റ്റെപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കാര്യം അത്രമാത്രം ഒരു വാക്ക് പോലും എടുത്ത് മാറ്റാനുമില്ല, ഒരു വാക്ക് അതിൽ കൂട്ടിച്ചേർക്കാനും. അപ്പം അത്രയും കൃത്യതയോടുകൂടി എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ് അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ബുക്ക്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഇന്നത്തെ വിഷയത്തിലേക്ക്. അപ്പൊ ഞാൻ അതിൽ നിന്ന് കണ്ടെടുത്ത കുറച്ച് കാര്യങ്ങൾ അത് വായിക്കാവേ. അതായത് ആദ്യത്തത് 2ാമത്തെ ചാപ്റ്ററിൽ നമ്മുടെ ഒരു പരിഹാരമുണ്ട്, ദർ ഇസ് എ സൊല്യൂഷൻ, ഒരു പരിഹാരമുണ്ട് എന്നുള്ള ചാപ്റ്ററിൽ ഉള്ളൊരു വരിയാണ്. കൊച്ചു കൊച്ചു വരികളാണ്, പക്ഷെ നമ്മൾ ഇന്നത്തെ വിഷയമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട അത് ഇതിങ്ങനെയാണ് പോകുന്നത്. ആ വരി:
തർക്കത്തിനോ വാദത്തിനോ സ്ഥാനമില്ലാത്ത ഒരു പുസ്തകം എഴുതുന്ന പോലെ മറ്റൊന്നും ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ല. അത് ആ തുടക്കത്തിൽ ബില്ല് എഴുതിയൊരു കാര്യം. അതായത് തർക്കത്തിനോ വാദത്തിനോ സ്ഥാനമില്ലാത്ത ഒരു പുസ്തകം എഴുതുന്ന പോലെ മറ്റൊന്നും ഞങ്ങളെ സന്തോഷിപ്പിക്കില്ല. അതായത് ഈ പുസ്തകം മൂലം ഒരു തർക്കമോ ഒരു വാദപ്രതിവാദമോ ഒരു ആർഗ്യുമെന്റോ ഒരു വിമർശനമോ ഒന്നും ഉണ്ടാവരുത് എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് എഴുതിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അതിനൊരു പരിഹാരമുണ്ട്. ദർ ഇസ് എ സൊല്യൂഷൻ എന്നുള്ള ആ ചാപ്റ്ററിൽ തന്നെ ആപ്തവാക്യം പോലെ എഴുതിയൊരു കാര്യമാണ്. പൈപ്പില് വെള്ളം നിൽക്കണില്ല. വന്നയാള് അതിന്റെ കിറ്റ് മേടിച്ചു തന്നിട്ട് 200 രൂപ. ആ ഒന്ന് ദയവായിട്ട് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നമ്മള് വീട്ടിലെ വർത്താനൊക്കെ ഇവിടെ ഓക്കെ, താങ്ക് യു. അപ്പം അതാണ്, പുള്ളിക്കാരൻ തയ്യാറല്ല ഈ തർക്കത്തിനോ വാദത്തിനോ ഒരു സ്ഥാനവും ഈ പുസ്തകം മൂലം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു സൂചന ഇവിടെ തരുന്നുണ്ട്. രണ്ടാമത്തെ ഒരു വാചകം എന്താന്ന് വെച്ചാൽ, ഇത് നമ്മളെ 12x12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നുള്ള ആ പുസ്തകത്തിനകത്തുനിന്ന് 10ാമത്തെ പടിയുടെ ആ ചാപ്റ്ററിലാണ് ഇത് പറയുന്നത്. അതിങ്ങനെയാണ്: കോപത്തോടെയുള്ള വിമർശനങ്ങളും അധികാരപ്രേരിതമായ രോഷത്തോടെയുള്ള തർക്കങ്ങളും നാം ഒഴിവാക്കണം. അതൊരു കരുതലാണത്. ഓക്കെ, ഓരോ മെമ്പറിനും ഉള്ളൊരു കരുതലാണ്. നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി നടക്കണം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പറയുന്നുണ്ട് തർക്ക വിഷയങ്ങളിലൊന്നും യാതൊരു താല്പര്യമില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോപത്തോടെയുള്ള വിമർശനങ്ങൾ എന്നാ പറയുന്നത്. വെറും വിമർശനത്തിനെ പറ്റി അല്ല പറയുന്നത്. അത് ഈ രോഷത്തോടു കൂടി എടുത്തു ചാടിയിട്ടൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതും കൂടെ ഒന്ന് പറയാം ഒരു തമാശയായിട്ട്. കാരണം എൻ്റെ ഭാര്യയോട് ഇന്നെന്താ വിഷയം എന്ന് ചോദിച്ച് വന്നപ്പം ഞാൻ ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പറ്റിയ വിഷയം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അവരുടെ കണ്ണിലൊക്കെ ഇപ്പോഴും കടുത്ത വിമർശനത്തിന്റെ ആളാണ് ഞാനിപ്പോ വീട്ടില് ആയാലും അങ്ങനത്തെ ഒന്നുമില്ല. ഒരു തർക്കത്തിനും നിൽക്കാറില്ല, ഒരു വിമർശനത്തിനും നിൽക്കാറില്ല. പക്ഷേ എഴുത്തിന്റെ സമയത്ത്, പുസ്തക നിരൂപണം അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് കടുത്ത വിമർശനമൊക്കെ പറയാറുണ്ട്. അത് നിർത്തണം എന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. കാരണം അത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് വിമർശനം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പലപ്പോഴും നമുക്കത് അതിൻ്റെ ഒരു വലിയൊരു ശരിയായ വശങ്ങളുണ്ട് നല്ല വിമർശനത്തിന്. അതാണല്ലോ നമ്മൾ പറയുന്ന ആരോഗ്യകരമായ വിമർശനം എന്ന് എപ്പോഴും പറയാറുണ്ട്. അത് നല്ലതിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ പലപ്പോഴും ഈ വിമർശനം എന്ന് പറയുന്ന കാര്യം പലപ്പോഴും അതിനല്ല നടക്കുന്നെന്നുള്ള, ഒരാളെ താത്തിക്കെട്ടാനും അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം തീർക്കാനും ഒക്കെ ആയിട്ട് അത് മാറുന്നുണ്ട്. മനുഷ്യന്റെ ചാബല്യങ്ങളായിട്ട് കൂട്ടിയാൽ മതി. അത് നമ്മളും മനുഷ്യരാണ്, ഏലാണെന്നുള്ളത് ശരി തന്നെ, എന്നാലും മനുഷ്യർ തന്നെയാണല്ലോ. അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ വന്നെന്നൊക്കെ ഇരിക്കും. അത് വലിയൊരു തെറ്റായിട്ടൊന്നും കണക്കാക്കണ്ട. അതൊക്കെ മാറ്റിയെടുക്കാനാണ് നമ്മൾ ഇതിനകത്തോടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തെ ഒരു സ്ഥലത്ത് പറയുന്നത്, അത് നമ്മൾ അധികം ചർച്ച ചെയ്യാത്തൊരു ചാപ്റ്ററാണ്. മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം. ബിഗ് ബുക്കിലെ 7ാമത്തെ അധ്യായം, മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം. അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, തർക്കങ്ങളും കുറ്റം കണ്ടെത്തലും മഹാമാരിയെ പോലെ ഒഴിവാക്കണം. മഹാമാരി ഒരു പ്ലേഗ് എന്നാണ് ഇംഗ്ലീഷ് വേർഷനിൽ. അതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ട സാധനങ്ങളാണ് ഈ തർക്കങ്ങളും കുറ്റം കണ്ടെത്തലും. കാരണം ബിഗ് ബുക്ക് എഴുതുന്ന സമയത്ത് ബീങ് എൻ ആൽക്കഹോളിക്, ബിൽ ഡബ്ല്യു ക്രോണിക് ആൽക്കഹോളിക് ആയതുകൊണ്ട് അയാൾക്ക് നല്ലവണ്ണം അറിയാം ഒരു ആൽക്കഹോളിക്കിന്റെ മനോസഞ്ചാരങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുള്ളി ഇത്രയും
കൃത്യമായിട്ട് എഴുതിയതും കനപ്പെട്ട ഒരു കുറച്ച് കനത്തിലാണ് ഈ വാക്ക് വരുന്നത്. തർക്കങ്ങളും കുറ്റം കണ്ടെത്തലും മഹാമാരിയെ പോലെ ഒഴിവാക്കണം. ഇതൊക്കെ നമ്മുടെ സേഫ്റ്റി മെഷേഴ്സ് ആണ്. നമ്മൾ അപകടത്തിലൊന്നും ചെന്ന് ചാടാതെ നമ്മളെ മനോനില മോശമാവാതെ സൂക്ഷിക്കാൻ വേണ്ടി, നമ്മളെ ഈ മാനസിക സംഘർഷങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനും വേണ്ടിയിട്ട് ഒക്കെയാണ്. അതിനൊന്നും പറ്റിയവരല്ല നമ്മൾ എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് അത് അഫോർഡബിൾ അല്ല എന്ന് പലരും പറയാറ്. ഈ വക ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള സംഘർഷങ്ങളൊന്നും കൊണ്ടു നടക്കാനും കയറി നടക്കാനും മാത്രമുള്ള കെൽപ്പ് കുറഞ്ഞ ഒരു വകുപ്പാണ് നമ്മളൊക്കെ. പിന്നെ പറയുന്നത് ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അത് പിന്നീടുള്ള കുടുംബത്തിലാണ്. അതൊരു നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്ററാണത്. നമ്മൾ അധ്യായങ്ങളിൽ വെച്ചിട്ട് ഞാൻ എപ്പോഴും വായിക്കാറുള്ളൊരു സ്ഥലമാണ്. അവിടെ പറയുന്നത് ചൂടേറിയ തർക്കങ്ങളോ സ്വയം സഹതാപമോ സ്വയം ന്യായീകരണമോ നീരസത്തോടെയുള്ള വിമർശനമോ ഇല്ലാതെ ഈ കുടുംബ സംഭാഷണങ്ങൾ തുടരാൻ കഴിയുമെങ്കിൽ അവ സൃഷ്ടിപരമായിരിക്കും. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ഫ്രെയിം ചെയ്തതെന്നുള്ളത്. ചൂടേറിയ തർക്കങ്ങളോ, അതായത് നമ്മളെ ആർഗ്യുമെന്റ്സ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഹീറ്റഡ് ആർഗ്യുമെന്റ്സ് നമ്മൾ പറയും. ഇത് പിന്നീടുള്ള കുടുംബമായതുകൊണ്ട്, അവിടെ നിന്ന് എടുത്തതായതുകൊണ്ട് നമ്മളെ കുടുംബത്തിലേക്ക് ആപ്ലിക്കബിൾ ആണിത് ഈ ഒരു വരികൾ. അപ്പൊ അങ്ങനെ ഒരു മനസ്സ് വെച്ചിട്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അർത്ഥവത്താവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചൂടേറിയ തർക്കങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ തർക്കം എപ്പോഴും ഉണ്ടാവാറുള്ളൊരു കാര്യം. പിന്നെ ഈ സ്വയം സഹതാപം, സെൽഫ് പിറ്റി എന്ന് നമ്മൾ പറയുന്നത്, അവനവനോട് തന്നെ നമുക്കൊരു വല്ലാത്തൊരു സഹതാപമൊക്കെ തോന്നിക്കുന്ന അത് നമ്മൾക്കൊരു വിഷയമായിട്ട് നമ്മൾ മുമ്പ് അവതരിപ്പിച്ചതാണ്. പിന്നെ അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, സ്വയം ന്യായീകരണം. അത് ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കാറുണ്ട്, നല്ലൊരു ന്യായീകരണ തൊഴിലാളിയാണ് ഞാൻ. അത് വേറൊന്നും കൊണ്ടല്ല, എന്ത് പറഞ്ഞാലും അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളത്. അതായത് ഇപ്പം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ തോൽപ്പിച്ച് അവരെ ഡൗൺ ആക്കാൻ പറ്റിയ ഒരു ജസ്റ്റിഫിക്കേഷൻ എങ്ങനെയെങ്കിലും കണ്ടെത്തും എന്നുള്ളത്, എന്നെ ന്യായീകരിക്കാൻ വേണ്ടി. അപ്പൊ അത് പിന്നെ പറയുന്ന നീരസത്തോടെയുള്ള വിമർശനം, അവിടെയാണ് നമ്മുടെ തുരുപ്പ് ചീട്ട് കിടക്കുന്നത്. വിമർശനം ആവാന്ന് ഞാൻ മുമ്പും പറഞ്ഞു, പക്ഷെ ഇതിവിടെ പറയുന്ന നീരസത്തോടെയുള്ള വിമർശനം എന്നുള്ളത്, അതാണ് വ്യത്യാസം. അതൊന്നുമില്ലാതെ ഈ കുടുംബ സംഭാഷണങ്ങൾ തുടരാൻ കഴിയുമെങ്കിൽ, നമ്മൾ വീട്ടിനകത്തുള്ള സംഭാഷണങ്ങൾ, ആശയവിനിമയങ്ങൾ, ഈ വക കാര്യങ്ങളൊന്നുമില്ലാതെ തുടരാൻ കഴിയുമെങ്കിൽ അവ സൃഷ്ടിപരമായിരിക്കും. അത് വളരെ കൺസ്ട്രക്റ്റീവായി. അവിടെ നിന്ന് നമുക്ക് ഈ വിമർശനം എന്നുള്ള വിഷയത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് കിടക്കും. വിമർശനത്തിന് നമ്മൾ ശരിക്കും കൺസ്ട്രക്റ്റീവായിട്ട്, ബില്ലിവിടെ പറഞ്ഞിട്ടുള്ള മാതിരി തന്നെ കൺസ്ട്രക്റ്റീവായിട്ടുള്ളൊരു വിമർശനം, അതെന്താ? അത് നമ്മൾ പറയുന്ന ഒരു ക്രിയാത്മകമായ വിമർശനം. അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടായി വരണം ഒരു വിമർശനത്തിൽ നിന്നും. അല്ല ചുമ്മാ നമ്മൾ അങ്ങ് പറഞ്ഞു പോയിട്ട് കാര്യമില്ല എന്നുള്ള. അതിലൊരു സൃഷ്ടിപരമായ വിമർശനമായി. സൃഷ്ടിപരം എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ അവിടെ സംതിങ് ഈസ് ഹാപ്പനിങ്, എന്തോ ഉണ്ടാകുന്നുണ്ട്, ഒരു സൃഷ്ടി അവിടെ നടക്കുന്നു. മുമ്പില്ലാത്ത എന്തോ ഒരു കാര്യം ഈ വിമർശനത്തിലൂടെ ഉണ്ടായി വരുന്നുണ്ട്. അതാണ് സൃഷ്ടിപരമായ വിമർശനം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആരോഗ്യകരമായ വിമർശനം. ഹെൽത്തി ആയിരിക്കണം. നമ്മളെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഹെൽത്തി ആയിരിക്കണം. അത് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ആരോഗ്യകരമായ വിമർശനം. അതല്ലാതെ അത് ഹെൽത്തി അല്ലാതെ അത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താ വരിക? ഹെൽത്ത് എന്ന് പറയുന്ന പോലെ തന്നെ ഡിസീസ് നമുക്ക് അങ്ങനെ പറയാം. അതിന് ഒരു രോഗാതുരമായ വിമർശനത്തിലേക്ക് പോകാതെ ആരോഗ്യപരമായ വിമർശനത്തിൽ നമ്മൾ നിലനിൽക്കണം എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെയും പറയാം, നിർമ്മാണാത്മകമായ, അതാണ് നമ്മളെ പുസ്തകത്തിൽ പറയുന്ന കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം. അത് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതായത് ഒരു വിമർശനം കൊണ്ട് അവിടെ ഒരു നിർമ്മാണം നടക്കുന്നുണ്ട്, എന്തോ അവിടെ ഉണ്ടായി വരുന്നുണ്ട്. അതാണ് അത് ക്രിയേറ്റീവാണ്,
അത് സൃഷ്ടിപരമാണെന്നൊക്കെ നമ്മൾ പറയും. ഇനി ഇതിന്റെ മറുഭാഗത്ത് നിൽക്കുന്നതാണ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം. അപ്പം നമ്മൾ ഇത്രയും നേരം കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസത്തെ പറ്റി പറഞ്ഞാണ്. ഇനി അപ്പുറത്ത് നിൽക്കുന്നത് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം, അതായത് വിനാശകരമായ വിമർശനം. വിമർശിച്ച് അതിനെ നാശോന്മുഖമായ വിമർശനം, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിമർശനം, അതിൻ്റെ അസ്തിത്വം പോലും ഇല്ലാതെ ആക്കുന്ന തരത്തിലുള്ള വിമർശനം. പിന്നെ ഇങ്ങനെയും പറയാം, നിഷേധാത്മകമായ ഒരു വിമർശനം. നമ്മൾ അംഗീകരിച്ചു കൊടുക്കാത്ത കാര്യങ്ങൾ, നിഷേധിക്കുന്ന കാര്യങ്ങൾ, ആ തരത്തിൽ അപാരമായിട്ടുള്ള ആ മനസ്ഥിതി അങ്ങനെ വെച്ചുകൊണ്ടുള്ള ഒരു വിമർശനം, ഹാനികരമായ ഒരു വിമർശനം. ഹാനികരം എന്ന് വെച്ചാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വിമർശനം. ഇതൊക്കെ എപ്പോഴും നമ്മുടെ കുടുംബത്തിനകത്താണെങ്കിൽ പോലും നമ്മളെ മക്കളോടൊക്കെ പറയുന്ന കാര്യത്തിനകത്ത് അവരുടെ ഒരു ചെയ്തി, അവർ ചെയ്ത് ഒരു കാര്യത്തെ നമ്മൾ ഈ ഹാനികരമായി വിമർശിക്കപ്പെടുമ്പം അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്നില്ല. അത് ആ മുറിവുകൾ ഉണങ്ങാൻ കുറെ കാലെടുക്കും. അവരുടെ ഉള്ളിൽ അവരെ പറ്റിയുള്ള മതിപ്പ് ഇല്ലാതെയാവുക ഇങ്ങനെ നമ്മൾ വിമർശിച്ചു കഴിഞ്ഞാൽ. പിന്നെയുള്ളത് ഈ നശീകരണമായിട്ടുള്ള വിമർശനം, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വിമർശനം, അത് ഒരു കാലത്തും ഒരു ഗുണവും ചെയ്യാത്തൊരു കാര്യമാണ്. പിന്നെ ആകെ കിട്ടുന്നത് വിമർശിക്കുന്ന ആൾക്ക് അല്പനേരത്തേക്കെങ്കിലും ഒരു എന്താ ഞാനൊരാളായി എന്നൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതിന് വലിയ കഴമ്പൊന്നുമില്ല അതിന്. ഇതെന്താന്ന് വെച്ചാൽ നമ്മളിതിനെ കുറച്ചും കൂടെ നമ്മളെ സാഹചര്യത്തിലേക്ക് വെച്ച് നോക്കാം, അപ്പോഴേ അത് അർത്ഥവത്താവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ പുരോഗതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നതിന് ഈ വിമർശനം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിലാണെങ്കിൽ പോലും നമ്മുടെ ഒരു മെമ്പറുടെ പുരോഗതിക്കും വളർച്ചയ്ക്കും ഡെവലപ്മെന്റിനും അതിന് സഹായിക്കുന്ന തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വിമർശനങ്ങൾ, ക്രിയാത്മകമായ വിമർശനങ്ങൾ ആകാം. അത് നല്ലതുമാണ്. ഞാനൊക്കെ ഒത്തിരി അത് അനുഭവിച്ച ആളാണ്. കാരണം അതിൻ്റെയൊക്കെ മെച്ചത്തിലാണ് ഇപ്പം ഇങ്ങനെയൊക്കെ നിൽക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നത്. അന്ന് നല്ല രീതിയിൽ ചെറുക്കൻ നന്നാവണം എന്നുള്ള നല്ല ബോധം കൊണ്ട് കിട്ടിയിട്ടുള്ള കുറേ വിമർശനങ്ങളുണ്ട്. അതെനിക്കിപ്പോഴും നല്ല ഓർമ്മയുള്ള ഒരുപാട് പേരുടെ അതൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാനൊന്നും ചിന്തിക്കുക പോലും ചെയ്യാത്ത ചില വശങ്ങൾ, എൻ്റെ സ്വഭാവത്തിൻ്റെ ചില വശങ്ങൾ കണ്ടെത്തിയിട്ട് അത് വളരെ സൗമ്യമായിട്ട് എന്നെ ഇരുത്തി പറഞ്ഞു തന്നിട്ടുള്ള എത്രയോ എനിക്ക് വേണ്ടപ്പെട്ട പഴമക്കാരുണ്ടായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പം ഞാൻ ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ തോന്നുന്നുണ്ട്. അതൊരു സ്വയം വിമർശനമാണ്. ഇപ്പം എനിക്ക് ലഭിച്ചിട്ടുള്ള അത്തരത്തിലുള്ള വിമർശനം എന്നെ ജീവിതം സുഗമമാക്കാൻ സഹായിച്ച വിമർശനങ്ങൾ, ഇത് ഞാൻ വേറൊരാൾക്കെങ്കിലും കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണെന്നുള്ളത്. കാരണം ഇപ്പൊ ഒരു ചെറിയൊരു ഭയപ്പാടൊക്കെ ഉണ്ട് ഒരാളോട് ഇങ്ങനത്തെ കൺസ്ട്രക്റ്റീവായിട്ട്, പിന്നെ ആരോഗ്യപരമായി പോലും വിമർശിച്ചാല് അതെങ്ങനെ അവരെടുക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വല്ലാത്ത ആദിയൊക്കെയാണ്. പഴയ പോലെ അല്ല, ആൾക്കാർ സെൻസിറ്റീവാണ് കൂടുതൽ. അപ്പം ആൾക്കാരുടെ ഉള്ളിൽ അത് ഇനി ദോഷകരമായിട്ട് മാറുമോ, ഇയാളാരും ഇതൊക്കെ പറയാൻ എന്നൊക്കെയുള്ള തോന്നലുണ്ടാവുക. അങ്ങനെ അത് എനിക്കറിയില്ല ശരിയാണോ തെറ്റാണോ, എന്നാലും വളരെ കുറവാണ്. അങ്ങനെ പറയാറില്ല ഞാൻ അങ്ങനെ. പക്ഷെ എനിക്കത് ഒരുപാട് ലഭിച്ചതിന്റെ ഗുണങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പുതുമക്കാരൻ മീറ്റിങ്ങിന് വരുന്നു, അവനോട് നമ്മൾ ഷെയർ ചെയ്യാൻ പറയുന്നു. അപ്പം അധികം ആയിട്ടില്ല വന്നിട്ട്, നമുക്ക് അങ്ങനെ ഒന്ന് അസ്യൂം ചെയ്യുക. അയാൾ നാച്ചുറലി കുടിച്ചു നടന്ന കഥകൾ അങ്ങനെ അങ്ങ് നീട്ടി വലിച്ചൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ നമ്മളൊന്ന് ചിലപ്പം പഴയ ആൾക്കാരൊക്കെ ചിലപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് അത് നീ കുടിച്ചു നടന്ന കഥയല്ല, കുടി നിർത്തിയതിന് ശേഷമുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഊന്നൽ കൊടുക്ക് എന്നൊക്കെ ഒന്ന് പറയാറുണ്ട്. അതൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം തന്നെയാണ്. അതെന്ന് വെച്ചാൽ നേർവഴിക്ക് വിടാൻ വേണ്ടി.
കാരണം അവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പുതുമക്കാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അവന് അറിയില്ല എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. അപ്പം ഈ കുടിച്ച് നടന്ന കഥകൾ പറയാനായിട്ട് എളുപ്പമാണ്, കാരണം അത് അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. അതാണ് കൂടുതൽ അനുഭവത്തിലുള്ളത്. കുടി നിർത്തിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പൊ കുടി നിർത്തിയ കാലത്തുണ്ടായ മാറ്റങ്ങളെ പറ്റി സംസാരിക്കാനായിട്ട് അവന്റെ കയ്യിലുള്ള അനുഭവ സമ്പത്ത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടിയ സമ്പത്ത് കിടക്കുന്നത് കുടിച്ചു നടന്ന കഥകളാണ്. അത് അവൻ നീട്ടി വലിച്ച് പറയുന്നു. പിന്നെ അവനറിയില്ല ഈ സമയത്തിന്റെ ക്ലിപ്തതയൊക്കെ നമുക്ക് വേണം, എല്ലാവർക്കും സംസാരിക്കാനായിട്ട് അവസരം വേണം എന്നുള്ള ആ യുക്തിഭദ്രതയൊന്നും ഉണ്ടാവില്ല, വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അത് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കും. അതൊരു ക്രിയാത്മകമായ ഒരു ആരോഗ്യപരമായ ഒരു വിമർശനമായിട്ട് കൂട്ടാം അതിനെ. പിന്നെയുള്ളത്, നമ്മൾ പുതുമക്കാരോട് നമ്മൾ മീറ്റിംഗ് മുടക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ചിലപ്പം പറയേണ്ട വരാറുണ്ട്. 1, 2, 3 മീറ്റിങ്ങിനൊക്കെ വരാതെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പിന്നെ കാണുമ്പോൾ നമ്മൾ അവരോട് പറയും, ഇത് അപകടമാണ് കേട്ടോ, മീറ്റിങ്ങിന് വന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ല, ബാക്കി എല്ലാത്തിനും സമയമുണ്ടല്ലോ, ഇതിന് മാത്രം വരാൻ എന്താ സമയമില്ലാത്ത എന്നൊക്കെ ചോദിക്കും. നമ്മൾ ഈ ചോദിക്കുന്നത് നല്ല രീതിയിൽ എടുത്താൽ അവനവൻ്റെ ഗുണത്തിനാണ് പറയുന്നത്, എൻ്റെ നന്മയ്ക്കാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ എടുക്കാൻ തോന്നണം. ആ തോന്നണമെങ്കിൽ നമ്മൾ പറയുന്ന രീതി അത്തരത്തിലുള്ളതായിരിക്കണം. അല്ലാതെ നമ്മളിതൊക്കെ പഠിച്ച ഒരാൾ, നമ്മൾ ഒരു ഭയങ്കര ഓൾ ടൈമർ, അങ്ങോട്ട് ശിക്ഷണം പോലെയൊക്കെ, നീ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നീ വന്നിട്ടില്ല മീറ്റിംഗ്, ഇങ്ങനെയാ ശരിയാവില്ല കേട്ടോ. അവിടെ ടോണിന്റെ ഒരു വ്യത്യാസം കണ്ടു. ഇതേ കാര്യം തന്നെ നമ്മൾ അവനോട്, പൊന്നു മോനെ പോയിട്ട് കവന്നടിച്ച് വീഴും ഇങ്ങനെ പോയാല്, ഞാനൊക്കെ വീണിട്ടുള്ളതാ, അതുകൊണ്ടാ പറയുന്നത്, അതുകൊണ്ട് എങ്ങനെയല്ലോ ഒക്കെ മീറ്റിങ്ങിന് നീ മീറ്റിംഗ് മുടക്കാതിരിക്കും ഒക്കെ ആ ടോണിൽ പറയുമ്പം അതിലൊരു തഴുകലുണ്ട്. അതാണ് ഏടെ അന്തസത്ത. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അന്തസത്ത എന്ന് പറയുന്നത് ഈ കൂട്ടിപ്പിടിച്ചു കൊണ്ട് നടക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് നമ്മുടെ യൂണിറ്റി എന്ന് പറയുന്ന സാധനത്തിന്റെ ഭാഗമാണത്. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ സംസാരിക്കുന്നതും ഈ വക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാണ്ട് ഈ കടിച്ചു കീറിയുള്ള വർത്തമാനങ്ങൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് ഡിസ്ട്രക്റ്റീവായിട്ട് മാറും. ആ വിമർശനം വളരെ വിനാശകരമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന്. പിന്നെന്ന് വെച്ചാൽ ചിലപ്പോൾ മീറ്റിംഗ് ഹാളിൽ നമ്മൾ വരുമ്പോൾ ഒരു പുതിയ ആള്, അയാള് അരുതാത്തത് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും നല്ല ഉദാഹരണം ഈ ഫോണിന്റെ ഉപയോഗമാണ്. നമുക്ക് ഈ ഷെയർ ചെയ്യുന്ന സമയത്ത് വേറെ മുന്നിലിരിക്കുന്ന ആള് ഈ ഫോൺ എടുത്തു വെച്ചോണ്ട് ഇങ്ങനെ മാന്തി പറിക്കുന്നത് കാണുമ്പം നമ്മളിൽ ഉണ്ടാകുന്നൊരു അസ്വസ്ഥതയുണ്ട് ഷെയർ ചെയ്യുന്ന ആൾ. അത് നമ്മൾ പറഞ്ഞു തന്നെ കൊടുക്കണം. അത് നമ്മളെപ്പോഴും മീറ്റിങ്ങിന് കയറുമ്പം തന്നെ പറയാറുണ്ട്, ഫോണ് സൈലന്റ് ആക്കി വെക്കണം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഫോൺ എന്ന് പറയുന്നത് ഒരു അനിവാര്യ ഒരു ഘടകമാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ ഒരു എക്സ്റ്റൻഷനായി മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതില്ലാതെ ഒരു മണിക്കൂർ ഒന്നൊരു മീറ്റിംഗ് ഹാളിൽ ഇരിക്കാനായിട്ട് പലർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതും കൂടെ നമ്മൾ കണക്കിലെടുക്കണം. പക്ഷേ ഈ ഫോൺ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് സംസാരിക്കുക, ആ വക അഭ്യാസങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പറയേണ്ടത് തന്നെയാണ്. കാരണം നമുക്ക് ആണ് വലുത്. അവിടെ ഒരു ആള് ചങ്ക് പൊട്ടി അവന്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത് കിടന്നുകൊണ്ട് കിറുന്ന് അടിക്കുന്നത്. അത് ഭയങ്കര അലോസരം സൃഷ്ടിക്കുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. നമുക്കത് ഒന്നാമത് ഇത് അരുതാത്തതിൽ നിന്ന് അവനെ ഒന്ന് വിട്ടു നിർത്താനായിട്ടുള്ള ഒരു നല്ല കാര്യമായിട്ട് പറയാം. അത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ എടുക്കുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് നമ്മൾ പറയേണ്ടത് മൈൽഡായിട്ടും സൗമ്യമായിട്ടും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നല്ല കാര്യം. അപ്പൊ അത് വളരെ സൃഷ്ടിപരമായിട്ട് നമ്മുടെ ഒരു വിമർശനമായിട്ടും. പിന്നൊന്നെന്താന്ന് വെച്ചാൽ അവരിലൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ തോതിലുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ ചെയ്യാറ്. സോറി. അതിലൊരു പ്രധാനപ്പെട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ പ്രാർത്ഥന ചൊല്ലുന്ന സമയം, നമ്മുടെ പ്രാർത്ഥനയുടെ സമയം, നമ്മൾ പടികൾ വായിക്കുന്ന സമയം, ഈ സമയത്തെല്ലാം ശ്രദ്ധിച്ചിരിക്കാനായിട്ടുള്ളൊരു
ഒരു ഒരു സൂചന കൊടുക്കുക, ഒരു ആഹ്വാനം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഏതൊരു മീറ്റിങ്ങും ഹെൽത്തി ആയിട്ട് പോകണം, ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതുകൊണ്ട് മാക്സിമം ഗുണം ലഭിക്കണം എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടുള്ളൊരു കൊച്ചു വിമർശനം അവരിലൊരു മാറ്റം ഉണ്ടാക്കുക. അത് അറിയില്ലല്ലോ, പലർക്കും അറിയില്ല. നമ്മൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വളരെ യാന്ത്രികമായിട്ട് ആരെങ്കിലും ഒരാൾ മാറ്റുവാൻ പറ്റാതിനെ സ്വീകരിക്കാനുള്ള കേട്ടിട്ടില്ല, അങ്ങനെയാണ് പലപ്പോഴും പറഞ്ഞു പോകുന്നത്. അപ്പൊ പ്രാർത്ഥന ചൊല്ലുന്ന ആൾക്ക് പോലും ഇതൊരു പാഠമാണ്. വെച്ചാൽ നിർത്തി നിർത്തി പറഞ്ഞ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിച്ചു കഴിയുമ്പം അത് ഏറ്റു ചൊല്ലുന്ന ആൾക്കാരും അതേ സ്പീഡിൽ തന്നെയാവും. അപ്പൊ അങ്ങനെ വരുമ്പം അത് ഉള്ളിലേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ് ആ പ്രാർത്ഥന. അപ്പോഴാണ് ആ പ്രാർത്ഥന പ്രാർത്ഥനയാവുന്നത്. ഇല്ലെങ്കിൽ കുറേ വാക്കുകളുടെ ഒരു സഞ്ചയം മാത്രമേ വരുന്നു. അതല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് പറയുമ്പം ശ്രദ്ധിക്കുക, അവിടെ ഒരു ഫോക്കസ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇത് കേൾക്കുമ്പം ചിലപ്പോൾ തോന്നിയൊക്കെ ഇതെന്തുന്നത് പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇല്ല, പലപ്പോഴും ശ്രദ്ധ കുറവായിരിക്കും. അതൊന്നാമത് ചൊല്ലുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഭയങ്കര സ്പീഡിലൊക്കെ ബൈഹാർട്ട് പഠിച്ച് ചൊല്ലുന്നവർ അങ്ങ് ചൊല്ലിപ്പോകും. ഉള്ളിൽ തട്ടിയല്ല ചൊല്ലുന്നത് പലപ്പോഴും നമ്മളെ പ്രാർത്ഥനകൾ. പിന്നെ പടികൾ വായിക്കുമ്പോഴും അതുപോലെ ഇതൊരു ഏറ്റവും നല്ലൊരു അവസരമാണ്. ഈ പടികൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളത് കാര്യം. നമ്മൾ പിന്നീടൊന്നും വീട്ടിലൊന്നും പോയിട്ട് ഇതൊന്നും വായിച്ചോളണമെന്നൊന്നുമില്ല. മീറ്റിങ്ങിന് വരുന്ന സമയത്ത് കേൾക്കുന്ന കേൾവിയാണ് അവിടെ ഉള്ളത്. അപ്പം അത് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ അർത്ഥങ്ങൾ മാത്രമല്ല അതിൻ്റെ പൊരുളുകളും മനസ്സിലേക്ക് പതിയും എന്നുള്ളത്. അപ്പോഴാണ് അതിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓരോ പടിയും ഒരാൾ വായിച്ച് കേൾക്കുമ്പം നമ്മളുടെ ഉള്ളിലേക്ക് അത് തറച്ചു കയറുന്ന തരത്തിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഗുണമുണ്ട്. അതുപോലെ വായിക്കുന്നയാളും അത് ശ്രദ്ധിച്ച് വായിക്കുക. ഞാൻ വായിക്കുന്നത് മറ്റൊരാളുടെ മനസ്സിലേക്ക് എത്താൻ വേണ്ടിയാണ് എന്നുള്ള ചിന്തയും കൂടെ വെച്ചിട്ട് വായിക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുമ്പം ഇതെല്ലാം ഒരു ഈ നിർമ്മാണാത്മകമായൊരു വിമർശനമാണ്. നമ്മളെ മീറ്റിംഗ് നന്നാവണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു കൊച്ചു ഒരു വിമർശനങ്ങളാണ് ഇതെല്ലാം. വേറെ ഉണ്ട് കേട്ടോ, എനിക്ക് കിട്ടിയിട്ടുള്ള വേറെയും ചില കാര്യങ്ങളുണ്ട് ആദ്യകാലത്തൊക്കെ. അതായത് ഒരു മുഷിഞ്ഞ ഉടുപ്പിട്ടിട്ട് മീറ്റിംഗ് ഹാളിൽ പോയപ്പം എന്നോട് ഒരു പഴമക്കാരൻ വിളിച്ച്, അവിടെ നിന്നല്ല, ആളുടെ ഇടയിൽ നിന്നല്ല, മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, എടാ മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ കുറച്ചൊന്ന് വൃത്തിയിലും മെനയിലും ഒക്കെ വാ, എന്തേലും ഒരു വ്യത്യാസം നിനക്ക് ഉണ്ടാകുന്നെന്ന് ആൾക്കാർക്ക് തോന്നണ്ടേടാ, നിനക്ക് തോന്നണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആദ്യം എനിക്കത് ഒരു ചമ്മലൊക്കെ തോന്നി. അയ്യേ, എന്താ അങ്ങനെ, ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ ആൾക്കാർ? നമ്മൾ അങ്ങനെയൊന്നും ഈ ഉടുത്തൊരുങ്ങിയൊന്നും നടന്ന് ഒരു ശീലം ഇല്ലാത്ത കാരണം ആദ്യകാലത്തൊക്കെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴും ഇതൊക്കെ മതി, അല്ലെങ്കിൽ അതിനെപ്പറ്റി ശ്രദ്ധിക്കാറ് പോലുമില്ല. ഈ കുപ്പായത്തെ പറ്റിയിട്ടൊന്നും ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. പക്ഷെ ഇത് കേട്ടപ്പം അതിലൊരു കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് എൻ്റെ വേർപ്പ് നാറാനുള്ള അവസരമല്ല ഞാൻ കൊടുക്കേണ്ടത്. അയാൾക്ക് എന്നിൽ നിന്നും പ്രസരിക്കുന്ന ആ നന്മയുടെ ഒരു അംശമാണ് അയാൾക്ക് ചെല്ലേണ്ടത്. പകരം ഞാൻ എന്താ ഈ മുഷിഞ്ഞ നാറിയ ഉടുപ്പ് ഇട്ടുകൊണ്ട് അടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു അലോസരമാണത്. അപ്പോൾ അത് നല്ല രീതിയിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷം പിന്നെ മീറ്റിംഗ് പോകുമ്പോൾ ഞാനത് വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അതായത് ഒരു മെനയിലൊക്കെ പോകുക എന്നുള്ളത്. ഇതെല്ലാം കൊച്ചു കൊച്ചു വിമർശനങ്ങളാണ്, പക്ഷെ അത് നന്നാവാൻ വേണ്ടിയിട്ടുള്ള വിമർശനങ്ങളാണ്. ഇനി നമുക്ക് നമ്മളിപ്പോൾ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യം, ഇനി നമുക്ക് ഈ വിനാശകരമായ ഈ വിമർശനത്തിന്റെ ഭാഗത്തേക്ക് ഒന്ന് കിടക്കാം. അത് ഒരാള് ആരും ആട്ടെ, ഇപ്പൊ ഏകാരം തന്നെ വേണമെന്നൊന്നും, ഏതൊരു മനുഷ്യനായാലും ഈ വിനാശകരമായ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നതിന്റെ കാരണം എന്താന്ന് നമ്മളൊന്ന് ചിന്തിച്ചു. കാരണം എന്ത് കാര്യം, ഒരാളൊരു കാര്യം പറയുമ്പം അതിന്റെ പിന്നിലൊരു കാരണം ഉണ്ടാവണമല്ലോ. അതെന്തായിരിക്കും ഇത്തരത്തിലുള്ള വിനാശകരമായ വിമർശനം ഉന്നയിക്കുന്ന ഒരാളുടെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? രണ്ട് കാരണങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഒന്നെന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ തന്നെ, അയാളുടെ തന്നെ ഒരു അരക്ഷിതാവസ്ഥയുണ്ട്, ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നു. ആ അരക്ഷിതാവസ്ഥയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ വിമർശന സ്വഭാവമാണ്. പുള്ളിക്കറിയാം പുള്ളിയുടെ കാര്യം അത്ര സെറ്റൊന്നും അല്ല എന്നറിയാം. അതൊന്നും മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്
മറ്റൊരാളുടെ പുറത്തേക്ക് ഈ പറഞ്ഞ വിമർശനവുമായിട്ട് ചെല്ലുക. വേറെയുണ്ട് കാര്യം. ഇതിങ്ങനെ കരുതുന്നത് ഒരു കണക്കിന് നല്ലതാണ്. അതുകൊണ്ടായിരിക്കാം അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് അയാളോടുള്ള നീരസം കുറഞ്ഞു നിൽക്കും. പാവത്തിന് ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുന്നുള്ളതുകൊണ്ടാണ് എന്നെ പറ്റി ഇങ്ങനെ വിമർശനം ഉന്നയിച്ചത് എന്ന് പറയുമ്പോൾ നമുക്ക് അയാളോട് അങ്ങനെ ദേഷ്യമോ പകയോ ഒന്നും തോന്നാൻ സാധ്യത കുറയും. മറ്റൊന്നുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു ആത്മാഭിമാനം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളെ, അത് കുറയുന്നത് മൂലവും വിമർശനാത്മകത കൂടാൻ സാധ്യതയുണ്ട്. ഞാനിത് പറയുന്നത് ഇത് സയന്റിഫിക് ആണ്. ഇത് വളരെ ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ കണ്ടെത്തിയ കാര്യങ്ങളാണ്. അപ്പൊ ആത്മാഭിമാനം കുറയുന്ന അതുകൊണ്ട് വിമർശനാത്മകമാവും പലരും. ആത്മാഭിമാനം എന്ന് പറഞ്ഞാൽ അവനവനെ പറ്റിയിട്ടുള്ള ഒരു ധാരണയൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഞാൻ പേട്ട് സാധനമാണെന്നുള്ള ആ ചിന്തയൊന്നും മാറിയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ബാക്കിയുള്ളവരും അങ്ങനെ തന്നെ ആവണം, അല്ലെങ്കിൽ അതിനേക്കാളും മോശമാവണം എന്നുള്ളൊരു ചിന്താഗതി അവൻ പോലും അറിയാതെ അവന്റെ മനസ്സിൽ ഉടലെടുക്കാൻ തുടങ്ങും. അതിൽ നിന്നും വരുന്ന ഒരു ചിന്താ പദ്ധതിയാണ് ഈ വിമർശനാത്മകം അല്ലെങ്കിൽ വിനാശകരമായിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത്. അതിലൂടെ എന്താ വെച്ചാൽ വേറൊരാള് മറ്റൊരാളുടെ ഈ അപാകതകൾ ഉയർത്തിക്കാട്ടുകയാണ്. ഓക്കെ, അതിനിങ്ങനെ അടിവരയിട്ടിട്ട് ഇങ്ങനെ കാണിക്കുക വിമർശിച്ചുകൊണ്ട്. ആ ആ ഉയർത്തിക്കാട്ടൽ, മറ്റൊരാളുടെ അപാകതകൾ ഉയർത്തിക്കാട്ടുന്നതിലൂടെ അവനവന്റെ ശ്രേഷ്ഠത ഉയർത്തിക്കാട്ടാനുള്ള ഒരു ശ്രമവും അതിലുണ്ട്. ഞാനെന്തോ കേമൻ എന്നൊക്കെയുള്ള രീതിയിൽ ഞാനൊരു കേമൻ ആവണമെങ്കിൽ മറ്റവൻ മോശക്കാരനാവണം. അതാണ് അതിൻ്റെ ആ ഇക്വേഷൻ അതാണ്. അല്ലാതെ ഞാൻ കേമനാവുന്നില്ല, ഞാൻ ശ്രേഷ്ഠനാവുന്നില്ല. മറ്റേയാളെ ഇടിച്ച് താത്തി താഴെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഞാനൊന്ന് ഉയർന്നു നിൽക്കൂ. അപ്പോൾ ഇതൊരു താൽക്കാലിക, ഇതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ അഹംഭാവം, നമ്മളെ ഈഗോ എന്നൊക്കെ എപ്പോഴും പറയാറില്ല. അത് വർദ്ധിപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമമായിട്ട് കൂട്ടിയാൽ മതി. അത് എപ്പോഴാണ് അത് തോന്നുക? കടുത്ത അപകർഷതാബോധം ഉള്ളവർക്കാണ് ഇതുണ്ടാവുക. ഭയങ്കര ഇൻഫീരിയർ കോംപ്ലക്സ് ഉള്ളവരായിരിക്കും പലപ്പോഴും കടുത്ത വിമർശകരായിട്ട് മാറും. അപ്പൊ നമ്മൾ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ നിന്നൊക്കെ നമ്മൾ അങ്ങനെ ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് അവൻ ഈ പറയുന്നത് ഇതുകൊണ്ടൊക്കെ ആണല്ലോ, അതുകൊണ്ട് അങ്ങ് ക്ഷമിച്ചുകളാ. പാവത്തിന് ഈ അരക്ഷിതാവസ്ഥ ഉള്ളിലുണ്ട്, ആത്മാഭിമാനം ഒട്ടും തന്നെ ഇല്ല, അതൊന്നും പോരാഞ്ഞിട്ട് നല്ല അപകർഷതാബോധമുണ്ട്, അതുകൊണ്ടാണ് അവൻ ഓടി നടന്ന് വിമർശിക്കുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാളോട് ഒരു നീരസവും തോന്നില്ല, നമ്മൾ രക്ഷപ്പെട്ടു. കാരണം നീരസം എന്ന് പറഞ്ഞ സാധനം കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് പറ്റാത്തതാണെന്ന് ബിഗ് ബുക്കിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിസെൻമെന്റ് എന്ന് പറയുന്ന ഈ കാര്യം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും ആവും, അതേസമയത്ത് അയാളെ മനസ്സിലാക്കി പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുന്നുള്ളത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വിനാശകരമായിട്ടുള്ള വിമർശനത്തിന്റെ പിന്നിൽ ഈ ഒരു നിയന്ത്രണ സ്വഭാവം പലരിലും ഉണ്ട്. അതായത് മറ്റുള്ളവരെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തുക, ഒരു ആധിപത്യം സ്ഥാപിക്കാനായിട്ടുള്ളൊരു ശ്രമം. ഈ ഒരു ശ്രമം സക്സീഡ് ചെയ്യാൻ, അത് വിജയിക്കാൻ വേണ്ടിയിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. മറ്റുള്ളവരെ ചില്ലറയൊന്നുമല്ല, അമിതമായിട്ട് അങ്ങ് വിമർശിച്ചേക്ക്. അത് പലപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരും വിമർശനം, അവരെ പറ്റിയുള്ള വിമർശനം സ്വീകരിക്കാനായിട്ട് കഴിവില്ലാത്തവരായിരിക്കും. ഉറപ്പുള്ള കാര്യം അത്. അവര് വിമർശിക്കുന്നതിൻ്റെ ഒരു 10% തിരിച്ച് അങ്ങോട്ടൊന്ന് വിമർശിച്ചു നോക്കിയേ, പൊട്ടിത്തെറിക്കുന്നത് കാണാം. അപ്പൊ വിമർശനം സ്വയം സ്വീകരിക്കാൻ കഴിയാത്തവരാണ് ഈ വക മറ്റുള്ളവരെ നിയന്ത്രിക്കാനും ആധിപത്യം സ്ഥാപിക്കാനും അമിതമായിട്ട് വിമർശിക്കാനും ശ്രമിക്കുന്നത്. പിന്നൊന്നുള്ളത് എന്താന്ന് വെച്ചാല്, എല്ലാവർക്കും പ്രശ്നത്തിൽ മുങ്ങി നിൽക്കുക. നമ്മളെല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളൊക്കെ കാണും. പ്രശ്നരഹിതരായിട്ടുള്ളവരൊക്കെ വളരെ ചുരുക്കം, ഭാഗ്യവാന്മാരുണ്ടാവുമായിരിക്കും. പക്ഷെ മിക്ക ആൾക്കാർക്കും ഓരോ കാലത്തും ഓരോ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അത് വ്യക്തിപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ശീലമുണ്ട്, പ്രക്ഷേപണം ചെയ്യുക. അത് അങ്ങ് പ്രൊജക്റ്റ് ചെയ്യാന്നാണ് പറയാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വിമർശനാത്മക ശീലം എന്ന് പറയുന്നത്
ഓരോ വ്യക്തിയുടെയും സ്വന്തം അന്തർസംഘർഷങ്ങൾ ഉണ്ടാവില്ല. നമ്മളകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ഈ മറ്റേ വെടിക്കെട്ടുകൾ, ഭൂമി കുലുക്കങ്ങൾ, അകത്ത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സംഘർഷങ്ങൾ, അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഇതിനെ കാണാവുന്നതാണ് ഈ മറ്റുള്ളവരെ അമിതമായി വിമർശിക്കുന്നു. അത് ഒരുപാട് വിമർശനം ഏറ്റ ആൾക്കാരായിരിക്കും. നമ്മളെല്ലാവരും, ഇവിടെയുള്ള എല്ലാവർക്കും നല്ല വിമർശനം ഏറ്റ ആൾക്കാരാണ്. കാരണം ഒരു കള്ളുടിയനായിട്ട് നടക്കുന്ന സമയത്ത് അതല്ലേ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പല പല കാര്യങ്ങളിൽ ഒരെണ്ണം ഈ വിമർശനം തന്നെയായിരുന്നില്ല. അവൻ്റെ കാര്യം നോക്കാൻ അറിയില്ല, അതൊരു വിമർശനമാണത്. അത് സത്യാവസ്ഥയാണെന്ന് താനും. പക്ഷെ നമുക്ക് അന്നത് വിമർശനമായിട്ടേ കാണുക. പിന്നെ ഞാൻ എൻ്റെ കാര്യം അല്ലാണ്ട് വേറെ ആരുടെ കാര്യം, അതാണ് നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ. അതുപോലെ എന്തൊക്കെ എടുത്ത് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കുടിച്ച് നടന്ന കാലത്ത് നമുക്കെതിരായിട്ട് വന്നിട്ടുള്ള വിമർശനങ്ങൾ, ഇത് കുറേ എടുത്ത ആൾക്കാരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഉള്ളിലെ സംഘർഷങ്ങളുണ്ട്, അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഈ വിമർശനങ്ങൾ മാറും. നമ്മൾ വിമർശിക്കുക, അതാണ് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരുപാട് വേദന തിന്നുന്ന ആൾക്കാരും, പിന്നെ മറ്റൊരു കൂട്ടരെന്ന് പറഞ്ഞാൽ ഈ അസൂയാലുക്കളും, അത് വേറൊരാളുടെ ഉയർച്ച കാണുമ്പം ഒട്ടും സഹിക്കാത്ത അങ്ങനത്തെ ഒരു ജനവിഭാഗം ഉണ്ടല്ലോ. അതെല്ലാ കാലത്തും ഉണ്ടാവും, ഏത് ഗ്രൂപ്പിലും ഉണ്ടാവും. ഗ്രൂപ്പ് ഞാൻ ഉദ്ദേശിച്ചത് അല്ല, അല്ലാത്ത സംഘങ്ങളിലും എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്തരം കൂട്ടർ എപ്പോഴും ഉണ്ടാവും. ഈ അസൂയാലുക്കൾ, എനിക്കാവാൻ പറ്റിയില്ലല്ലോ, അവനായല്ലോ എന്നൊക്കെ കമ്പയർ ചെയ്തിട്ട് മറ്റവനോട് ഭയങ്കര വിരോധമൊക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ. അങ്ങനെ ഈ അംഗീകരിക്കപ്പെടാത്തവര്, ഇവരും കടുത്ത വിമർശകരാകാനുള്ള സാധ്യത വളരെയേറെ. അവരെന്താന്ന് വെച്ചാൽ അവരുടെ പിന്നെ ഈ തോൽവി, പരാജയത്തെ കുറിച്ചിട്ടുള്ള ഒരു ഭയം, പിന്നെ അതുപോലെ തന്നെ ഈ പശ്ചാത്താപം ഉണ്ട് കേട്ടോ. അതും ഈ വിമർശനാത്മകതയിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. കാരണം കടുത്ത വിമർശകർക്ക് എപ്പോഴും ഈ പരാജയ ഭയം ഉള്ളവരായിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അപകർഷതാബോധവും പരാജയബോധവും ഒക്കെ അടുത്തടുത്ത് നിൽക്കുന്ന ഈ മച്ചൂനന്മാരാ, ചേട്ടനനിയന്മാരാ. പിന്നെ നമ്മളെ പ്രശ്നത്തെ നേരിടാനായിട്ട്, നേർക്ക് നേരെ നിന്ന് നേരിടാനായിട്ട്, അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനായിട്ട് അത് സാധിക്കുന്നില്ല. എൻ്റെ ഒരു പ്രശ്നത്തെ എനിക്ക് നേരിടാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ശ്രദ്ധ തിരിക്കണം. അതിനുവേണ്ടി ഞാൻ അങ്ങ് വിമർശിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ വിമർശിച്ചു കഴിഞ്ഞാൽ ഒരു 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 ചെറിയ സുഖമൊക്കെ അതിൽ കിട്ടാൻ. നമ്മളിപ്പം കൺസ്ട്രക്റ്റീവായിട്ടുള്ള, അതായത് ആരോഗ്യപരമായിട്ടുള്ള വിമർശനത്തെ പറ്റി പറഞ്ഞതിനേക്കാളും കൂടുതൽ വിനാശകരമായ ഈ വിമർശനത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്. വേറെ എൻ്റെ കയ്യിൽ ഞാൻ കുറേ ഉണ്ട്. നമുക്ക് ഇതിനെ ഇനി എങ്ങനെ നേരിടും എന്നുള്ളൊരു പ്രശ്നം. നമുക്ക് നേരെ വരുന്ന ഒരു ആവശ്യമില്ലാത്തൊരു വിമർശനമാണെങ്കിൽ അതിനെതിരെ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നുള്ളതാണ്. കാരണം അതാണല്ലോ നമുക്ക് വേണ്ടത്. ദർ ഇസ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിനെ കാണുന്നത്. എല്ലാത്തിനും എല്ലാ പരിഹാരങ്ങളുടെ ഒരു കേന്ദ്രം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ വിമർശനത്തെ പറ്റി ഇത്രയും പറഞ്ഞു പോയ സ്ഥിതിക്ക് അതിന്റെ പരിഹാര മാർഗങ്ങളും പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അതായത് എങ്ങനെയാണ് നമ്മൾ ഈ വിമർശനത്തെ നേരിടുക അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുക എന്നുള്ളത്. നമ്പർ 1, അതെല്ലാ കാര്യത്തിലും ഉള്ള പോലെ തന്നെ ശാന്തരായിരിക്കുക. നമുക്ക് നേരെ ഒരു കടുത്ത വിമർശനം വരുന്ന സമയത്ത് അതേ കടുപ്പത്തോടു കൂടി നമ്മൾ അങ്ങോട്ട് പ്രതിരോധിക്കാനോ പ്രതികരിക്കാനോ പോയി കഴിഞ്ഞാൽ അപകടമാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത്. കാരണം ഇല്ലാ കഥകളൊക്കെ ആയിരിക്കും നമ്മളെ പറ്റി പറഞ്ഞുണ്ടാക്കി. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാന്തമായിരിക്കുക എന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തന്നെ അറിയാം. അങ്ങനെയൊന്നും ശാന്തമായിരിക്കാൻ പറ്റില്ല. പക്ഷേ ശ്രമിക്കാവുന്നതാണ്. അതൊന്ന് ശ്രമിച്ചു നോക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം എന്നെ അത് ഏശുന്നില്ല, ഞാൻ ചെയ്യാത്ത കാര്യമാണ് അല്ലേ. ആ വിമർശനം എന്നെ ഏശുന്നില്ല. കാരണം ഞാൻ എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടെങ്കിലല്ലേ എനിക്കത് ബാധകമാവുന്നുള്ളൂ. ഈ പ്രശ്നത്തിൽ ഞാൻ കുറ്റക്കാരനല്ല. അപ്പൊ എനിക്ക് നേരെ വരുന്ന വിമർശനം
അത് തട്ടിത്തെറിച്ച് പോകത്തേ ഉള്ളൂ. അപ്പൊ അതിനോട് ഞാൻ ശാന്തമായി തന്നെ ഇരിക്കണം. പ്രതിരോധം ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മളല്ലാതെ അതിനെ പറ്റി ന്യായീകരിക്കാനും അതങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നതിന് പകരം ശാന്തമായിരിക്കുക. ഈ ശാന്തമായിരിക്കുമ്പോഴും വേറൊരു തകരാറുണ്ട്. നമ്മൾ വളരെ പ്രായോഗികമായിട്ട് ഇത് ചെയ്യുമ്പം മനസ്സിലാവും. ശാന്തമായിരിക്കുമ്പം ഈ വിമർശിക്കാൻ വന്നവനുണ്ടല്ലോ, ഒന്നോടെ പ്രാന്ത് കയറുക ചെയ്യുക. ഇത് പറഞ്ഞിട്ട് അവൻ പറഞ്ഞത് ഇങ്ങോട്ട് ഏറ്റില്ലല്ലോ. അപ്പൊ അതിൻ്റെയും കൂടെ ഒരു ഫ്രസ്ട്രേഷൻ കൂടുക. അപ്പൊ ഒന്നോടെ ചിലപ്പോൾ കൂടുക. അവന്റെ വിമർശനങ്ങളുടെ ആ രീതിയൊക്കെ ചിലപ്പോൾ ഒന്ന് മാറിയിരിക്കും, കടുപ്പിച്ചൊക്കെ പറയാൻ തുടങ്ങും. നമ്മുടെ ഈ ശാന്തതയാണ് അവനെ അലോസരപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കി. പിന്നെ വേറൊരു പരിപാടിയുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഏതൊരു വിമർശനമാണെങ്കിലും അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത്. ഇതും പറയുമ്പം എളുപ്പമാണ്, പക്ഷെ പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നേ. അത് ഒരാള് നമ്മളെ പറ്റിയിട്ട് ഇന്ന പോലെ നീ അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് അത് ശ്രദ്ധിച്ച് കേൾക്കുക. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം കാണും അവൻ പറയുന്നതിൽ എന്ന് നമ്മളെ ഒന്ന് മനസ്സ് തുറന്നു വെക്കുക. നമ്മളെ ഏല് പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഓപ്പൺ മൈൻഡഡ്നെസ് ആണ്. അപ്പോൾ മനസ്സൊന്ന് തുറന്നു വെച്ചേക്കുക. ചിലപ്പം അവൻ പറയുന്നതിൽ വല്ല കാര്യങ്ങളും കാണും. ഒരു 100% ഒന്നും ഇല്ലെങ്കിലും 10% അവൻ പറയുന്നതിൽ ഒരു കാര്യം ഉണ്ടാവും. അപ്പൊ ഒന്ന് ഓപ്പൺ ആക്കി വെച്ചേക്കുക, അത് ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ ആ വ്യക്തത കിട്ടണമെങ്കിൽ അങ്ങനെ നമ്മൾ ശ്രദ്ധാപൂർവം കേട്ടാലേ പറ്റുള്ളൂ. വിമർശനത്തിന്റെ വ്യക്തത മനസ്സിലാക്കണമെങ്കിൽ. പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ കേട്ടോ, നമ്മൾ ഇയാൾ വിമർശിച്ച് ഇരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അതെന്താ അങ്ങനെ, നീ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഓ അത് ശരി ഇങ്ങനെയാണല്ലേ. അവനോടൊപ്പം കൂടിയിട്ട് നമ്മള് ഈ കാര്യം, അവൻ പറഞ്ഞ കാര്യത്തെ നമ്മൾ അതിന്റെ കൂടെ കൂടിയിട്ട് നമ്മൾ അതിനെ പഠിക്കുകയാണ്. അപ്പോഴെന്താ പറ്റുമെന്ന് വെച്ചാൽ അവന്റെ മൊനയൊടിയാണ്. അവൻ ഇതല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മളെ കടുത്ത വിമർശനമായിട്ട് വരുന്ന ആൾ പ്രതീക്ഷിക്കുന്നത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാനും നമ്മളെ ദേഷ്യപ്പിടിപ്പിക്കാനും കോപ കൊണ്ട് നമ്മൾ കത്താനും ഒക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ നമ്മൾ അവനോട് അത് ശരി ഇത് എങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചോദിക്കുക. നമുക്കറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇങ്ങനെ പറയുമ്പോൾ ഓ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായി അല്ലേ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിന്നേക്കുക. ഇതൊരു നയമാണ് എന്ന് വെച്ചാൽ നമുക്ക് ഈ രോഷമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്രസ്ട്രേഷനോ ഇതൊന്നും കൊണ്ട നടക്കാനായിട്ട് പ്രാപ്തിയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതൊരു ബാഗേജ് ആയിട്ട് മാറും. ഇത് നമ്മുടെ ഒരു ഭാണ്ഡക്കെട്ടായിട്ട് മാറും. കാരണം അവനിത് പറഞ്ഞ് അവനത് പോയി, അവനത് വിട്ടു. നമ്മൾ വിടത്തില്ല. അത് രാത്രിക്ക് കിടന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ഇത് കിടന്ന് തലേ കിടന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വളരാൻ തുടങ്ങും. പിന്നെ നമ്മൾ അവിടുന്ന് സ്ക്രിപ്റ്റുകളൊക്കെ തയ്യാറാക്കാൻ തുടങ്ങും. അവനോട് ഇങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നു, അവനെ ഇങ്ങനെ ശരിപ്പെടുത്തണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉറക്കാ പോകുന്നത്, നമ്മുടെ സ്വാസ്ഥ്യമാണ് പോകുന്നത്, നമ്മുടെ സുബോധമാണ് ഇല്ലാണ്ടാകുന്നത്. അതിന് വഴി വെക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഏറ്റവും അമൂല്യമായിട്ടുള്ളത് നമ്മുടെ സുബോധം തന്നെ. അപ്പൊ അതിനെ അപകടപ്പെടുത്തുന്ന തരത്തിലേക്ക് ആരെങ്കിലും നമ്മളോട് ഈ വിമർശനങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനായിട്ട് നമുക്ക് സാധിക്കുക ഇത്തരത്തിലാണ്. അല്ലാതെ നമ്മളും അതേ രീതിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. പിന്നെ വ്യക്തിപരമായിട്ടുള്ള അക്രമങ്ങൾ അത് നടത്തുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. അത് ഇതിന്റെ ഒരു പ്രധാന ഇത് ഒരു വലിയൊരു ആയുധമാണ് അവരുടെ. വ്യക്തിപരമായിട്ട് ആക്രമിച്ചേക്ക്. അല്ലാണ്ട് നമ്മൾ ചെയ്ത കാര്യത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വസ്തുതയെക്കുറിച്ചോ ഒന്നുമല്ല വിമർശനം, വ്യക്തിപരമായിട്ട്. അങ്ങനെയുള്ളതിനെ ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ, പൂർണ്ണമായിട്ട് അങ്ങ് അവഗണിച്ചേക്കുക. അതേ ചെയ്യാനുള്ളത്. അല്ലാതെ ഇപ്പം നമ്മളിപ്പം ന്യായീകരിക്കാനോ നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് ഞാൻ എന്നൊക്കെ പറയാനോ പിടിക്കാനോ ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല. കാരണം അവൻ ഉദ്ദേശിക്കുന്ന എന്താണോ, നമ്മളെ വ്യക്തി വൈരാഗ്യം തീർക്കാനും വ്യക്തി ഹത്യ നടത്താനുമാണ്. അപ്പൊ അങ്ങനെയുള്ള വിമർശനങ്ങൾ വരുന്ന സമയത്ത് അവഗണിച്ചേക്കുക. അർഹിക്കുന്ന അവഗണന അങ്ങോട്ട് കൊടുത്തേക്കുക. അത്രയേ ഉള്ളൂ. മൈൻഡ് ചെയ്യാണ്ട് വിട്ടേക്കുക. അത് തന്നെ. പിന്നെയുള്ളത് നമ്മൾ പ്രശ്നത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. അതും നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിമർശനത്തെ നമ്മൾ ശരിയായി മനസ്സിലാക്കാൻ നോക്കുക. പിന്നെ അടുത്തത് അതെനിക്ക് പറയാൻ തന്നെ ഒരു മടിയുണ്ട്.
ഇങ്ങനെയൊന്ന് ആലോചിച്ച് നോക്ക് ഒരു സിറ്റുവേഷൻ. ഒരാൾ നമ്മളെ ഭയങ്കര ഭീകരമായിട്ട് വിമർശിച്ച് എല്ലാം കഴിഞ്ഞു, അവൻ ശമിച്ചു, നമ്മൾ അനങ്ങുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവനോട് നമ്മളൊരു നന്ദി പറയുന്നു എന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവൻ എന്തായി പിന്നെ? ഇത്രയൊക്കെ പറഞ്ഞല്ലോ, ഒരുപാട് നന്ദി കേട്ടോ ഉള്ള രീതി പറഞ്ഞാല് അത് അങ്ങ് ഭസ്മായി പോവുകയാണ് ഈ പറയുന്ന ആള്. കാരണം അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഇത്രയും ഇവനെ നമ്മൾ വിമർശിച്ചിട്ട് ഇവനെ എനിക്ക് നന്ദി പറയാണ്. പക്ഷെ അത് ഞാൻ പറയത്തില്ല, അത് ചെയ്യാൻ പറയില്ല ഞാൻ. കാരണം ഇത് അപകടകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും ചിലപ്പം. അതൊക്കെയാണ് നമ്മുടെ ലോക സിറ്റുവേഷൻസ് ഒക്കെ. നാട്ടു നടപ്പൊക്കെ വേറെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ നമ്മളെ വന്നിട്ട് തേജോവധം ചെയ്ത ആളുടെ നേരെ നോക്കി നന്ദി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവസ്ഥ വേറെ ആയിരിക്കും. ഒന്നാമത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ വിമർശനം എന്ന് പറഞ്ഞാൽ തെറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. തെറ്റ് കണ്ടെത്തുക, പിന്നെന്താ കുറ്റപ്പെടുത്തുക എന്നുള്ള, അതിലാണ് ശ്രദ്ധ. പകരം നമ്മൾ ഈ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞൊരു കാര്യം വിമർശനത്തിന്റെ മറ്റൊരു ഭാഗമാണ്. അതായത് പ്രതികരണം എന്ന തലത്തിൽ കാര്യങ്ങളെ നമ്മൾ കാണുക, ഫീഡ്ബാക്ക്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം ഒരു ടോക്ക് നടത്തി, അതിനെതിരെ വിമർശനങ്ങളൊക്കെ വരുന്നു. ആ വിമർശനങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ ഒരു ഫീഡ്ബാക്ക് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രതികരണം, ഒരാൾക്ക് പറയാനുള്ള കാര്യമാണ്, അതൊരു പ്രതികരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സുഖം കിട്ടും. കാരണം അത് വിമർശനമായിട്ടല്ല നമ്മൾ എടുത്തത്, അതൊരു പ്രതികരണമായിട്ടാണ് എടുത്തത്. നമുക്ക് അടുത്തൊരു വിഷയം ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലധികം കിടന്നിട്ട് കളിക്കുന്നില്ല. നമുക്ക് തർക്കങ്ങൾ എന്ന് പറഞ്ഞൊരു വിഷയം കൂടി ഉണ്ട്, അതിലേക്ക് കിടക്കാം. ഈ തർക്കം ഇതെല്ലാം ഏകദേശം സമമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. തർക്കിക്കാനായിട്ട് അത്യാവശ്യം വേണ്ടത് ഒരു വിഷയമെങ്കിലും വേണമല്ലോ. നമുക്ക് അങ്ങനെ തുടങ്ങാം. തർക്കിക്കാനായിട്ടൊരു വിഷയം വേണം, അല്ലാണ്ട് എന്ത് തർക്കിക്കാനാ? പിന്നെ മറ്റൊരു മാനദണ്ഡം എന്ന് പറഞ്ഞാൽ തർക്കിക്കാൻ കുറഞ്ഞത് 2 പേരെങ്കിലും വേണ്ടേ? നമുക്ക് നമ്മളോട് തന്നെ തർക്കിക്കാനായിട്ട് അങ്ങനെ വേണേലൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ പൊതുവെ പറയുമ്പം തർക്കിക്കാൻ ഒരു വിഷയവും വേണം, കുറഞ്ഞത് 2 പേരെങ്കിലും വേണം. ആ 2 പേര് 2 പക്ഷത്തായിരിക്കണം എന്നുള്ളത്. ഒരേ പക്ഷം പിടിച്ച് തർക്കമില്ല അവിടെ. 2 പക്ഷത്ത് തന്നെ, എതിർപക്ഷത്ത് ആൾക്കാർ വേണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മളെ ഈ രാത്രിയിലൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ കേൾക്കുന്ന TV-യിലെ ചർച്ചകളിൽ, അതൊന്ന് എക്സാമ്പിൾ ആക്കി എടുത്താൽ ഭയങ്കര രസം അത്. അയ്യോ, അവിടെ വരുന്നവരെല്ലാം ഈ തർക്കപ്രിയരാണ്. എൻ്റെ ദൈവമേ, തീ പാറുന്ന സൈസ് ചർച്ചകളാണ് അവിടെ നടത്താറ്. ഏത് ചാനലിലും ഉണ്ടാവും ഈ ചർച്ചകൾ, TV ചർച്ചകൾ. അതെന്ന് വെച്ചാൽ ആദ്യം ഭയങ്കര ചർച്ച, അപ്പിടി ഇപ്പിടി എന്നൊക്കെ പറഞ്ഞ് 2 കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പക്ഷം പിടിച്ചുകൊണ്ട് ഭയങ്കര ബഹളവും ഒക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അസഭ്യം വരെ പറയുന്നത് കേൾക്കാം. അത് കഴിഞ്ഞ ദിവസം ഏതോ ഒരെണ്ണത്തിനകത്തുണ്ട് കയ്യേറ്റം വരെ ചെയ്യാനായിട്ട് എഴുന്നേറ്റ് അടിക്കാനൊക്കെ പോകുന്ന ന്യൂസൊക്കെ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം കഴിഞ്ഞ് ഈ TV-യിലെ ചർച്ചയെല്ലാം കഴിഞ്ഞ് ഒടുവിൽ ലാസ്റ്റില് വിഷയം അങ്ങനെ തന്നെ നിൽക്കുക. അതിനൊരു മാറ്റവും വന്നിട്ടില്ല, അതിനൊരു പരിഹാരവും കിട്ടിയിട്ടില്ല. ഇവരെന്ത് വിഷയത്തെക്കുറിച്ചാണോ ചർച്ച ചെയ്ത് ആ വിഷയം അതുപോലെ അവിടെ നിൽപ്പുണ്ട്, അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ കുറെ തർക്കം നടന്നു, കുറെ തീവാറുന്ന അസഭ്യവർഷങ്ങൾ നടന്നു, കയ്യേറ്റം വരെ എത്തി. ഇത്രേ നടന്നിട്ടുള്ളൂ, അല്ലാതെ അവിടെ ക്രിയേറ്റീവായിട്ട് ഒരു കാര്യവും നടന്നിട്ടില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ഉദ്ദേശിക്കുന്നുമില്ല എന്നുള്ളതാണ്. കാരണം പലരും തർക്കിക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഒരു പരിഹാരം കാണാനൊന്നുമല്ല. ജയിക്കാൻ വേണ്ടി മാത്രം തർക്കിക്കുക എന്നുള്ളതാണ്. അല്ല, അവർക്ക് അതിൻ്റെ ഒരു സൊല്യൂഷനൊന്നും വേണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നും. ഈ തർക്കം പലപ്പോഴും നമുക്ക് അത് വീടുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ, വീട്ടിലെ തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും ഒരു ചീള് കേസിലൊക്കെ അങ്ങനെയാണല്ലോ പറയുക. ചീള് കേസിലാണ്, ഒരു വാക്കിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ തുടങ്ങി. ഒരു വാക്കിൽ തുടങ്ങി അത് ഒരു തെറിവാക്കായിട്ട് മാറും, പിന്നെ ഒരു അടിപിടിയിൽ അവസാനിക്കും ചിലപ്പം. അതിൻ്റെ ഇടയിൽ ആരൊക്കെ കയറി വരും എന്നുള്ളതാണ് ഏറ്റവും രസം. ഒരു കെട്ടിയവനും കെട്ടിയോളും തർക്കിക്കുന്നതിൻ്റെ ഇടയിൽ ആരൊക്കെയാ കയറി വരിക എന്നുള്ളതാണ്. പട്ടി കയറി വരും, പന്നി കയറി വരും, അപ്പൻ എന്തായാലും കയറി വരും.
പിന്നെ മറ്റവനും ചിലപ്പോൾ കയറി വരും. ഈ മറ്റവനുണ്ടല്ലോ, നിന്റെ മറ്റവൻ അടി, ആ മറ്റവൻ കയറി വരും. പിന്നെ ആ അന്യോന്യം കുടുംബങ്ങളൊക്കെ വരും. നിങ്ങളെ കുടുംബത്തിന്റെ ഗുണവതിയാരാണിത് എന്നൊക്കെയാണല്ലോ ഈ തർക്കത്തിന്റെ ഇടയിൽ വരുന്നത്. ഇതിങ്ങനെ കലഹത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഒരു തർക്കമാണ്, ഒരു കൊച്ചു കാര്യത്തിന്റെ പുറത്തുള്ള തർക്കമാണ്. നിന്നെ വളർത്തു ദോഷം, നിന്നെ വളർത്തിയതിന്റെ കുഴപ്പടി. അങ്ങനെ തർക്ക വിഷയം പിന്നെ മറന്നു, എന്തിനു വേണ്ടിയാ തർക്കിച്ചെന്നുള്ളത് മറന്നു. അതാണ് നമ്മൾ ഇതിനകത്തുള്ളൊരു സീനുണ്ടല്ലോ, എല്ലാവരും എപ്പോഴും കാണുന്നൊരു സീനായി. അതായത് മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ളൊരു സിനിമയുണ്ടല്ലോ, അതില് ഗംഗ എവിടെ പോവുക, അങ്ങനെയാ തുടങ്ങുന്നത് ആ സീന്. ഗംഗ എവിടെ പോവുക, അപ്പൊ അവള് പറയും ഞാൻ അല്ലിക്ക് ആഭരണം വാങ്ങാൻ വേണ്ടി പോവുകയെന്ന്. അല്ലിക്ക് ആഭരണം വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഉടനെ സുരേഷ് ഗോപി പറയും ഗംഗ ഇപ്പൊ പോണ്ട, തുടങ്ങി കേട്ടോ, നമ്മളെ തർക്കം തുടങ്ങുക. അപ്പോൾ ഉടനെ ഇപ്പുറത്തുനിന്ന് ശോഭയ്ക്ക് ദേഷ്യം പിടിച്ചു, ശോഭനയ്ക്ക്. അതെന്താ പോയാല്? അപ്പോൾ ഉടനെ സുരേഷ് ഗോപി പോകണ്ടെന്നല്ലേ പറഞ്ഞത്. പിന്നെ അങ്ങ് മാറിയില്ലേ, സിറ്റുവേഷൻ അങ്ങ് മാറിയില്ലേ, ഭ്രാന്ത് കയറിയില്ലേ അവർക്ക്, മറ്റേ പ്രേതം കൂടുകയാണല്ലോ, വിടമാട്ടേൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അസഭ്യ വർഷത്തിലേക്ക് വരെ കടക്കുന്നുണ്ട്. അയോഗ്യ നായേ എന്നൊരു വിളിയുണ്ട്, അവിടെ എത്തുന്നുണ്ട് കാര്യങ്ങൾ. അപ്പൊ അത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, അത് ഈ ഈ തർക്കിക്കുന്നതിൻ്റെ ഇടയിൽ കലഹത്തിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഈ മാടമ്പള്ളിയിലെ മനോരോഗി ആരാണെന്ന്. അത് നമ്മൾ തന്നെയായിരിക്കും. മാടമ്പള്ളിയിലെ ആ സിനിമയിൽ പറയുന്ന അതാണല്ലോ, മാടമ്പള്ളിയിലെ മനോരോഗി ആരാന്നുള്ള ചോദ്യത്തിന് അത് നമ്മൾ തന്നെയായിരിക്കും. ഇപ്പൊ ഇനി സമയം ആവുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ആൽക്കഹോളിക്സ് അനോണിമസിനകത്ത് സാധാരണ കണ്ടുവരുന്നു, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചിട്ടുള്ള തർക്കങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ ഇതിനകത്തോടെ കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്കെതിരായിട്ടുള്ള വിമർശനങ്ങളും തർക്കങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതല്ല. അതിലൊരു പ്രധാനപ്പെട്ട ഒരു തർക്കം, ഇതൊരു പണ്ട് മുതലേ ഉള്ളൊരു തർക്കമാണ്. അതായത് നമ്മൾ ആത്മീയതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആണോ? ആണ്, ശരിയാണ്. ഇതൊരു സ്പിരിച്വൽ പ്രോഗ്രാം ആണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അപ്പൊ ആത്മീയതയ്ക്ക് ഇവിടെ നല്ല പ്രാധാന്യം കൊടുക്കുന്നു. നമ്മൾ പടികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് 12 പടികളിൽ 5 പടികളിലും ദൈവം വരുന്നു അല്ലേ? 2 അങ്ങനെ വരുന്നില്ല. 2 ഞങ്ങളെക്കാൾ വലിയ ശക്തി എന്ന് മാത്രമേ വരൂ. പക്ഷെ 3-ലും 5-ലും 6-ലും 7-ലും പിന്നെ 11-ലും ഒക്കെ വരുന്നുണ്ട് ദൈവം. അതൊരു ആത്മീയമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളൊരു തർക്കിക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ശരിയാണ്, നമ്മൾ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അതില്ലേ നടക്കുകയില്ല. പിന്നെ വേറൊരു ആരോപണം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തർക്കത്തിലെ വിഷയം വേറൊന്നും വരുന്നത്, ഈ ഒരേ കുപ്പായം എല്ലാവർക്കും ചേരുമോ, ഇങ്ങനെ ഒരു തർക്ക വിഷയമാണ്. അതായത് ഒരേ കുപ്പായം എല്ലാവർക്കും ചേരുമോ എന്നുള്ള ചോദ്യത്തിന്റെ പിന്നില് വ്യക്തികൾ വ്യത്യസ്തരാണ് ആണല്ലോ. നമ്മൾ ഓരോ വ്യക്തിയും നമ്മളെ ഈ എന്താ പറയാ, കൈയിന്റെ വിരലടയാളം പോലെയാണ്, ഭയങ്കര വ്യത്യാസമാണ് ഓരോരുത്തരും. പക്ഷേ മധ്യാസക്തരാണ് നമ്മൾ, അതുകൊണ്ട് കുറെ സമാനതകൾ പുലർത്തുന്നവരാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരേ കുപ്പായം എല്ലാവർക്കും ചേരുമോ എന്ന് ചോദിച്ചാൽ ചേരുന്ന ഘട്ടങ്ങളുണ്ട്. ഉദാഹരണം ഞാൻ പറയാ, ഒന്നാമത്തെ പടി തന്നെ. ഒന്നാമത്തെ പടിയിൽ മദ്യത്തിന് മുന്നിൽ ഞാൻ അശക്തനാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയല്ലേ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും പറയാ, അത് തന്നെയല്ലേ ലോകത്താഗമനമുള്ള മെമ്പേഴ്സും പറയാ, മദ്യത്തിന് മുന്നിൽ ഞാൻ അശക്തനാണ്. ഓക്കെ, അതിന് യാതൊരു തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അവിടെ ആ കുപ്പായം എല്ലാവർക്കും ചേരുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗം അതിൻ്റെ, എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്ന് പറയുമ്പോൾ അതും എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. ഏതൊരു മെമ്പർക്കാണ് അവൻ്റെ ജീവിതമൊക്കെ സുന്ദരമായിട്ട് ഉള്ള സമയത്ത് അവൻ എയിൽ വന്നു ചേരുന്നത്. എല്ലാവരുടെ ജീവിതവും കുട്ടിച്ചോറായതിനു ശേഷമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ അവിടെയും ഒരേ കുപ്പായം എല്ലാവർക്കും ചേരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ തർക്കം എന്ന് പറഞ്ഞായിട്ട് ഇവർ എഴുന്നള്ളിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. പിന്നത്തെ മൂന്നാമത്തെ അവർ പറയുന്ന ശാസ്ത്രവിരുദ്ധമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ള ഒരു വാദം. അത് ഇതിന് മുന്നേ 2 ക്ലാസ് മുന്നേ ഞാൻ അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു. ഈ ശാസ്ത്രവിരുദ്ധം എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പിന്നെ സയന്റിഫിക് അല്ല എന്നുള്ളതാണ്.
അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. നല്ല സയന്റിഫിക് ആണ്. അതിന്റെ ഉദാഹരണം നമുക്ക് നിരത്തി വെക്കാൻ പറ്റും. ഒന്നും വേണ്ട, 2020 ആ കോവിഡ് തുടങ്ങിയ കാലത്ത് കോച്ച്റാനി റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ലോക പ്രശസ്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ 12 പടികൾ ഇഫക്റ്റീവ് ആണെന്നാണ് അവർ പറയുന്നത്. ഇത് ലോക പ്രശസ്തമായിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ പറയുന്ന കാര്യം 2020 അധികം ആയിട്ടില്ല, 5 കൊല്ലം ആയിട്ടേ ഉള്ളൂ. 12 പടികൾ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികൾ ഭയങ്കര ഇഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. ഇനി പുറകോട്ട് പോയി കഴിഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതും പറയുന്നുണ്ട്, നമ്മളതിന്റെ ഡിസീസ് ആസ്പെക്റ്റിനെ പറ്റിയിട്ട് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, സ്പിരിച്വൽ ആസ്പെക്റ്റിനെ പറ്റിയിട്ടാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഡിസീസ് ആസ്പെക്റ്റിനെ പറ്റി വളരെയധികം ബോധവാന്മാരാണ്. നമ്മൾ ഇത് കാരണം ഇത് ഡിസീസാന്ന് ലോകാരോഗ്യ സംഘടന 56 പറഞ്ഞിട്ടുണ്ട്, ആൽക്കഹോളിസം ഡിസീസാണെന്ന്. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൽക്കഹോൾ അബ്യൂസ് ആൻഡ് ആൽക്കഹോളിസം, NIAAA എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ളൊരു ലോകത്ത് തന്നെ പ്രശസ്തമായ ഒരു സംഘടന, അവർ പറഞ്ഞിട്ടുണ്ട് ഇത് ഡിസീസാണ്. 1991 അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ, നമുക്ക് ഇവിടുത്തെ IMA പോലത്തെ പ്രാധാന്യമുള്ളൊരു സാധനം AMA ആണ്. അവർ പറഞ്ഞെന്താ വെച്ചാൽ ഈ ഡ്യുവൽ ക്ലാസിഫിക്കേഷനെ പറ്റി പറയുന്നു, ഇരട്ട വർഗീകരണം. അവർ ഒരേ സമയത്ത് ഇതിനെ സൈക്കാട്രിക് ഡിസീസായിട്ടും മെഡിക്കൽ ഡിസീസായിട്ടും കണക്കാക്കുന്നുണ്ട്. ആലോചിക്കുക, നമ്മളും ഇത് തന്നെയല്ലേ പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താ, ആൽക്കഹോളിസം ഇസ് എ മെന്റൽ ഒബ്സഷൻ, ഒരു മാനസികമായ ഒരു ഭ്രമാത്മകതയാണത്. അതുപോലെ തന്നെ മെഡിക്കൽ സെക്ഷനിൽ നമ്മൾ അതൊരു ഫിസിക്കൽ അലർജിയാണെന്നല്ലേ നമ്മൾ പറയുന്നത്. ശാസ്ത്രീയമാണ് നമ്മുടെ പോക്ക്. അപ്പൊ ഇതൊക്കെ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റണം. നമ്മുടെ കയ്യിൽ കോപ്പ് വേണം, നമ്മുടെ കയ്യിൽ അറിവ് വേണം, അതാണ്. പിന്നെ പറയുന്നത് വിജയ ശതമാനത്തെ പറ്റിയിട്ടാണ്. 5 മുതൽ 10 വരെ ശതമാനം മാത്രമേ AIലൂടെ സഞ്ചരിക്കുമ്പം വിജയിക്കുന്നുള്ളൂ. അവിടെ ഈ സ്ഥിരമായി മീറ്റിങ്ങിന് വരികയും പടികൾ ചെയ്യുകയും ചെയ്യുന്നവർ 100% മദ്യത്തിന് വിട്ടു നിൽക്കുന്നവരാണ്. അല്ലാതെ അത് പറഞ്ഞ പ്രകാരം പാലിക്കാതെ പോകുന്ന സമയത്താണ് ഒഴിഞ്ഞു വീഴുന്നതും തെന്നിമറിയുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ ഈ വിജയ ശതമാനത്തിന്റെ കണക്ക് കേട്ടിട്ട് അത് ശരിയാണ്, 5 to 10% തന്നെയാണ് ആൽക്കഹോളിക് ട്രീറ്റ്മെന്റ് മൊത്തം, മാത്രമല്ല മൊത്തം ട്രീറ്റ്മെന്റിന്റെ ആ റിസൾട്ട് അത്രയേ ഉള്ളൂ എന്നാണ് ലോകത്തിന്റെ കണക്കുകൾ പറയുന്നത്. പിന്നെ ഒരു പറയുന്നത് ഇറ്റ് വർക്ക്സ് ഇഫ് യു വർക്ക് ഇറ്റ്. നമ്മളെപ്പോഴും പിരിയാൻ നേരത്ത് പറയുന്നൊരു വാചകമാണ്, ഒരു സൂക്തം പോലെ പറയുന്ന, ഇറ്റ് വർക്ക്സ് ഇഫ് യു വർക്ക് ഇറ്റ്. നിങ്ങൾ പ്രവർത്തിച്ചാൽ അതും പ്രവർത്തിക്കും, അല്ലേ? അപ്പൊ ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ വിമർശകർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, തർക്കിക്കാൻ വേണ്ടി പറയുന്നയാ, ഇതെല്ലാം കൊണ്ട് പരാജിതന്റെ തലയിൽ എല്ലാ പഴിയും കൊണ്ട് ചാർത്തുന്ന ഒരു വാക്കല്ലേ അത്. പരിപാടിയുടെ പരാജയമല്ല, ആ വ്യക്തിയുടെ പരാജയമായിട്ടല്ലേ നിങ്ങൾ കാണുന്നത്. കേൾക്കുമ്പം അത് കറക്റ്റാന്ന് തോന്നും. പക്ഷെ ഇതേ സാധനം നമ്മൾ ഈ ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. ഡയബറ്റിക് പേഷ്യൻറ്റിന് ഇൻസുലിൻ എടുക്കേണ്ട ആളാണ്. അയാൾ ഇൻസുലിൻ കുത്തി വെച്ചിട്ടില്ലെങ്കിൽ അപകടമല്ലേ? അപ്പൊ അവിടെ ഇറ്റ് വർക്ക്സ് ഇഫ് യു വർക്ക് ഇറ്റ് എന്ന് പറയുന്നത് കറക്റ്റാണത്. ഒരു ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു അംഗം അത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പം മാത്രമേ ഇത് പ്രവർത്തിക്കുള്ളൂ. അതുപോലെ ഞാനതാ ഈ ഡയബറ്റിക്സിലും ഇൻസുലിനും കൊണ്ടുവന്നത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ സമയാസമയം കുത്തി വെച്ചിട്ടില്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് അത് അപകടമാണ്. അത് അയാൾ ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ AIൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് ചെയ്യാതെ വരുന്ന സമയത്താണ് ഇത് വർക്ക് ചെയ്യാതായി പോകുന്നത്. അല്ലാതെ നമ്മൾ ഈ വീണവന്റെ തലയിൽ കൊണ്ടിട്ട് പഴി ചാർത്തുമൊന്നുമല്ല. AIയുടെ പരിപാടി പരാജയമല്ല, വൻ വിജയത്തിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ AIയുടെ വളർച്ചാ നിരക്ക് വളരെ മോശമാണെന്നുള്ളൊരു പറച്ചിലുണ്ട്. നമ്മുടെ വളർച്ചാ നിരക്ക് അങ്ങനെ പറയുമ്പം ശരിയാണ്, നമുക്ക് തോന്നും അത്. കാരണം 2 പേര് 1935 തുടങ്ങിയ സാധനം 2025 ആയപ്പം 22 ലക്ഷം ആൾക്കാർ 90 വർഷത്തിന് ശേഷം. ഓക്കെ, പക്ഷെ ഇതെങ്ങനെയാ കുറഞ്ഞെന്ന് നമുക്ക് പറയാൻ പറ്റും? ക്രിസ്ത്യാനിറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലോകത്താകമനം 250 കോടി ഏകദേശ കണക്കാ, ഏറ്റവും ലേറ്റസ്റ്റ് 2025 കണക്കാ. 250 കോടി ക്രിസ്ത്യൻ വിശ്വാസികളുണ്ട്. അതിന് 2025 വർഷം എടുത്തു അത്രയാളാവാൻ. ഇനി
ഇസ്ലാമിക് ആയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുണ്ട്. അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 205 കോടി മുസ്ലിംസ് ഉണ്ട് ലോകത്തിൽ. അത് 1415 വർഷം എടുത്തു. ആൽക്കഹോളിക്സ് അനോണിമസ് 22 ലക്ഷം പേരുണ്ടെന്ന് പറയുന്നത് അനോണിമിറ്റി കീപ്പപ്പ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പേരുടെ കണക്കുകളൊന്നും ഇതിലൊന്നും വരില്ല. ഇതല്ലെങ്കിൽ ഇത് എങ്ങനെ എണ്ണി നോക്കാൻ പറ്റും? നമുക്കെന്താ ആധാർ കാർഡിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇവൻ മെമ്പറാണ്? ഇല്ലല്ലോ. ഇതൊരു അനുമാനമാണിത്. പക്ഷേ 2 നിന്ന് 22 ലക്ഷത്തിലേക്ക് 90 വർഷം കൊണ്ട് എത്തിപ്പെട്ടു എന്ന് പറയുന്നത് വലിയൊരു നേട്ടം തന്നെയാണത്. പിന്നെ പുതിയ ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പുതിയ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ, ലോകാരോഗ്യ സംഘടനയുടെ ഒരു കണക്ക് എന്താന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ജൂൺ 2024 കണക്കത് 40 കോടി കഷ്ടപ്പാട് അനുഭവിക്കുന്ന മദ്യാസക്തരുണ്ട് ലോകത്തിൽ. 40 കോടിയാണ്, അത്രയും പേരുണ്ട്. അതിൽ 26 ലക്ഷം മരണങ്ങളാണ് ഒരു വർഷം സംഭവിക്കുന്നത്. നമ്മൾ ആ കണക്ക് കേൾക്കുമ്പോൾ പേടി വരുന്നില്ലേ? 26 ലക്ഷം പേര് മദ്യാസക്തി കൊണ്ട് മാത്രം മരിക്കുന്നുണ്ട് ലോകത്തിൽ. 6 ലക്ഷം പേര് മാത്രമേ ഡ്രഗ്സ് അടിച്ച് മരിക്കുന്നു. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിൽ 0.55% പിന്നെ മദ്യാസക്ത രോഗികളെ എത്തിപ്പെട്ടിട്ടുള്ളൂ. 1% പോലും, അതായത് ഈ 40 കോടിയുടെ 1% പോലും ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിപ്പെട്ടിട്ടില്ല. അവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും എല്ലാം ഉത്തരവാദിത്തം, നമ്മളെപ്പോഴും വായിക്കുന്ന ആ ഉത്തരവാദിത്തം പ്രവർത്തിക്കേണ്ടത്. ഒത്തിരി പേര് സ്റ്റിൽ സഫറിങ് എന്നല്ല നമ്മൾ പറയുന്നത്, സ്റ്റിൽ സഫറിങ് ആയിട്ടുള്ള ഒത്തിരി പേര് പുറത്ത് നിൽക്കുന്നു. നമ്മുടെ ജോലി എന്ന് പറയുന്നത് ചില്ലറയൊന്നും അല്ല. അപ്പം നമ്മൾ ആ ജോലി ചെയ്യാൻ പ്രാപ്തരാവണമെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ സുബോധത്തെ നമ്മൾ ഉള്ളം കയ്യിൽ കൊണ്ടുനടക്കണം. അപ്പം എങ്കിൽ മാത്രമേ നമുക്ക് ഒരു കൈ നീട്ടി ഒരാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം സ്റ്റഡി ആയിരിക്കണം. അങ്ങനെ സ്റ്റഡി ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഈ മീറ്റിങ്ങുകളും ഈ പറഞ്ഞ ബിഗ് ബുക്ക് സ്റ്റഡികളും പിന്നെ ഇങ്ങനത്തെ വിഷയാധിഷ്ഠിത കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ അറിവിനെ ഒന്ന് കുറച്ചും കൂടെ നന്നാക്കുക എന്നുള്ളതാണ്. നമ്മൾ അതെപ്പോഴും നോളജ് എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്, അതൊരിക്കലും ദോഷം ചെയ്യുന്ന കാര്യമില്ല. അപ്പം വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, അതൊന്നും നമ്മൾ കണക്കിലെടുക്കണ്ട. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വളരെ ഉദാത്തമായൊരു പ്രവൃത്തിയാണ്, സാധാരണക്കാർക്കൊന്നും പറ്റാത്തൊരു കാര്യമാണ്. അവിടെ നമ്മൾ യുണീക്കാണ്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി ഉണ്ടല്ലോ, ഓരോ ആൾക്കാരും ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. അവനവനെ സോബറാക്കി നിർത്തുക എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് കൈ കൊടുക്കാനുള്ള പ്രാപ്തി നമ്മൾ നേടിയെടുക്കുകയാണ്. കാരണം ഇതാണ് കണക്ക്. 40 കോടി ആൾക്കാർ പുറത്താണ്. ഒരു 0.5% ആൾക്കാർ മാത്രമേ എത്തിയിട്ടുള്ളൂ ആൽക്കഹോളിക്സ് ആയിട്ടുള്ള, സഫറിങ് ആൽക്കഹോളിക്സ്. അപ്പം നോക്കിയേ നമ്മുടെയൊക്കെ ദൗത്യം, നമ്മുടെയൊക്കെ ഈ ഉത്തരവാദിത്തം എത്രമാത്രം കഠിനമാണെന്ന്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അല്ലാണ്ട് നമ്മൾ അതിനെ ഈസി മട്ടിൽ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം ആലോചിക്കാം, ഇത്രയൊക്കെയാണ് കണക്കുകളെങ്കിൽ ഈ 0.5%-നകത്ത് ഞാൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ ബ്ലെസ്സിങ് കിട്ടിയവനാണല്ലോ ഞാൻ. അതൊരു വലിയ കാര്യമല്ലേ? അപ്പോഴാണ് നമുക്ക് നമ്മുടെ സ്ഥാനത്തെ പറ്റി ഒരു മൂല്യബോധം ഉണ്ടാകുന്നത്, നമുക്കതിനെപ്പറ്റി ഒരു മതിപ്പുണ്ടാകുന്നത്. ഇത്രയും പേര് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്നെ ചെവിക്ക് പിടിച്ച് ഇതിനകത്ത് കൊണ്ട് ഇട്ടില്ലേ, ആരുകൊണ്ട് ഇട്ടു? അവിടെയാണ് നമ്മൾ സ്പിരിച്വൽ എലമെന്റ് അതിൽ വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എ സ്പിരിച്വൽ പ്രോഗ്രാം എന്ന് പറയുന്നത് അതൊരു വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് തന്നെ നമ്മൾ കാണണം. കാര്യം അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണെന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ ആയിരിക്കും ഇവർ ഒരു അന്ധവിശ്വാസികളാണ്. അല്ലല്ലോ, നമ്മളൊക്കെ അത് അനുഭവിച്ച ആൾക്കാരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വഴിത്തിരിവുകൾ ആണ് ഏറ്റവും വലിയ അത്ഭുതം. ആ ലോറിക്കടിപ്പെട്ട് തീരേണ്ട ആൾക്കാർ ഇന്നിവിടെ മേശയും കസേരയിട്ട് ഇരുന്നിട്ട് സുബോധവാന്മാരായിട്ട് കാര്യങ്ങൾ കേൾക്കുന്നു, ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു, നാളെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സന്നദ്ധരാകുന്നു. അതല്ല ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എല്ലാവർക്കും സുബോധത്തിൻ്റെ ഒരു നല്ല ദിവസം ആശംസിച്ച് നിർത്തുന്നു. താങ്ക് യു.